കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോകുന്നത് തുടർക്കഥയാകുന്നു. നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും രാത്രികാലങ്ങളിൽ ബാറ്ററികൾ മോഷണം പോകുന്നത് നിത്യസംഭവമായി മാറുന്നു. ആളൂർ തിരുത്തി, ആളൂർ മനറോഡ്, മറ്റം ഗ്രൗണ്ടിന് സമീപം എന്നിവിടങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി 3 വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയത്. കഴിഞ്ഞ ദിവസം മേഖലയിലെ കിഴക്കാളൂർ മടപ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികളും മോഷണം പോയിരുന്നു. ആളൂർ തിരുത്തിയിൽ ചൂണ്ടപുരയ്ക്കൽ ജയാനന്ദന്റെ ഉടമസ്ഥതയിലുള്ള KL 46D 9118 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ടിപ്പർ ലോറിയുടെയും മനറോഡിൽ കല്ലായി ശിവദാസന്റെ ഉടമസ്ഥതയിലുള്ള KL 53B 2774 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള മിനി ഗുഡ്സ് വാഹനത്തിന്റെയും മറ്റം ഗ്രൗണ്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന മറ്റം സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള KL 48AX 9118 രജിസ്ട്രേഷൻ നമ്പറിലുള്ള മിനി ഗുഡ്സ് വാഹനത്തിന്റെയും ബാറ്ററികളാണ് മോഷണം പോയത്. വാഹനങ്ങളിൽ ഘടിപ്പിച്ച ബാറ്ററികളുടെ നട്ടും ബോൾട്ടും അഴിച്ചെടുത്താണ് മോഷ്ടാക്കൾ ബാറ്ററികൾ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെ നിത്യേനയെന്നോണം വാഹനങ്ങളിലെ ബാറ്ററികൾ മാത്രം മോഷണം പോകുന്നതിന് പിന്നിൽ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണോ മോഷ്ടാക്കൾ എന്ന സംശയം നാട്ടുകാർക്കുണ്ട്. മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത പ്രദേശങ്ങൾ നോക്കിയാണ് ബാറ്ററികൾ മോഷണം പോകുന്നത്. മോഷണം തുടർക്കഥയാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടെയുള്ള അന്വേഷണവും ശക്തമായ രാത്രികാല പട്രോളിംഗും ഉണ്ടാകണമെന്ന് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ലിയ ജോജോ പറഞ്ഞു. KK സൺസിൻ്റെ 3 ബാറ്ററി പോയതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാത്രികാല പെട്രോളിങ് അടിയന്തരമായിട്ട് ഈ ഏരിയയിൽ ശക്തമാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന പറയുന്നതിനോടൊപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഊർജിതമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരാഴ്ചക്കിടെ ആളൂർ മേഖലയിൽ നിന്ന് 5ലേറെ വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷ്ടാക്കൾ കവർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരിയന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുന്ന ജോസ് വാഹനം റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു. രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ബാറ്ററി മോഷണം പോയ വിവരമറിഞ്ഞത്. സംഭവത്തിൽ ജോസ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മോഷണങ്ങൾ തുടർക്കഥയാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് അംഗം ആൻലി ജിബിയും പറഞ്ഞു. മറ്റം പ്രദേശത്ത് വ്യാപകമായിട്ട് വണ്ടികളുടെ ബാറ്ററി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടൊരു ഒരാഴ്ചക്കിടെ ഏകദേശം 15 വാഹനങ്ങളുടെ ബാറ്ററികളാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്ന് മാത്രം മോഷണം പോയത്.